ചെല്ലുന്നിടത്തെല്ലാം കൊട്ടാരം പണിയുന്ന രാജകുമാരൻ, തൊടുന്നതെല്ലാം പൊന്നായി കാണുമെന്ന് നിർബന്ധമുള്ള ബ്രൂണോ രാജാവിനെ പോലെ സൗകര്യം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് സൗദിയിലെ കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന് ആയിരിക്കും. 18 ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ വ്യക്തിഗത സമ്പത്ത്. രാജ്യഭരണത്തിലും സാമ്പത്തിക നിലയിലും മുൻപന്തിയിൽ നിൽക്കുന്ന സൗദി അറേബ്യയുടെ ഭരണാധികാരിയായിരുന്ന കിങ് സൽമാന് തന്റെ ഏതൊരു യാത്രയിലും ആഡംബരം കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല. മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര പോയാലും തന്റെ സ്വന്തം കൊട്ടാരത്തിലാണെന്ന തോന്നലുണ്ടാകുവാൻ അദ്ദേഹം നിരവധി വിമാനങ്ങളും നൂറുകണക്കിന് കാറുകളും 1000-ലധികം കുടുംബാംഗങ്ങളെയും ജോലിക്കാരെയും കൂട്ടത്തിൽ കൊണ്ടുപോകാറുണ്ട്. അമേരിക്ക സീക്രട്ട് സർവീസ് അവരുടെ പ്രസിഡന്റിന് പരമാവധി സുരക്ഷ ഉറപ്പുവരുത്തുമ്പോൾ സൗദി അറേബ്യയിലെ റോയൽ ഹൗസ് ആവട്ടെ അവരുടെ ഭരണാധികാരിക്ക് പരമാവധി ആഡംബരങ്ങളും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നു. 2017 കിങ് സൽമാൻ തന്റെ ബോയിങ് 747 ജെറ്റിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിന് ഇന്തോനേഷ്യയിലെത്തി. 46 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൗദി രാജാവ് ഇന്തോനേഷ്യ സന്ദർശിക്കുന്നത്. അന്ന് കിങ് സൽമാന്റെ വരവിന്റെ കാരണത്തെയല്ല പത്രമാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയത്, മറിച്ച് അന്ന് സന്ദർശനത്തിയ അദ്ദേഹത്തിന്റെ ആഡംബരത്തെ കുറിച്ചായിരുന്നു. ഏത് നീണ്ട യാത്രയും ആഡംബരത്തോടു കൂടി പോവാനുള്ള സൗകര്യം അദ്ദേഹത്തിന്റെ വിമാനത്തിൽ സജ്ജമാണ്. ലോകത്തിലെ തന്നെ 3ാമത്തെ സമ്പന്നനായ രാജകീയരും ലോകത്തിലെ തന്നെ ഏറ്റവും ധനികരിൽ ഒരാളുമാണ് കിങ് സൽമാൻ.